അമ്മേ ഫോണോടെ പോയി? ആ ഫ്രിഡ്ജിന്റെ മുഖത്തെങ്ങാനും കാണും. ഹായ്, എനിക്ക് ഫോൺ കിട്ടിയല്ലോ. ഹായ്. ആദ്യം ഞങ്ങൾ കളിക്കട്ടെ, ഞങ്ങളല്ലേ മൂത്തത്. ഞങ്ങളല്ല, ഞാൻ ആദ്യം കളിക്കുന്നത്. ഞാൻ കളിച്ചങ്ങ് കളിച്ചാൽ മതി. ഓർഡറിൽ പോവാ. എന്താ ചേച്ചി എന്റെ ഫോൺ എടുത്തോണ്ട് പോവാ? ചേച്ചി ഫോൺ എടുത്തോണ്ട് പോവല്ലേ? എനിക്ക് താ, ഞാൻ കളിക്കാം. ഞാനല്ലേ നടുക്ക്, ഞാൻ ഫസ്റ്റ് കളിക്കട്ടെ. ഞാൻ കളിക്കുന്നല്ലേ പറഞ്ഞേ? ഞാൻ കളിക്കുന്നല്ലേ പറഞ്ഞേ? ഞാൻ പറഞ്ഞില്ലേ. അയ്യോ, ഫോൺ പൊട്ടി. ആരെ ഫോൺ പൊട്ടിച്ചേ? കുഞ്ഞാ പൊട്ടിച്ചേ. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഫോൺ എടുക്കരുതെന്ന്. ഏത് സമയം നോക്കിയാലും ഫോണ്. 3 എണ്ണത്തിന് എൻ്റെ കയ്യിൽ നിന്ന് കിട്ടും കേട്ടോ. വെക്കേഷനായ അമ്മേനൊന്ന് സഹായിക്കാതെ ഒന്നുമില്ല. ഒന്ന് സ്കൂൾ തുറന്നാ മതിയായിരുന്നു. ഇങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. അയ്യോ അവധിക്കാലമായി ഇനി എന്ത് ചെയ്യും എന്ന് ചിന്തിക്കുന്ന ഏതെങ്കിലും പാരൻസ് ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ തുടക്കം മുതൽ അവസാനം വരെ അവധിക്കാലം എങ്ങനെ സൂപ്പറാക്കാം എന്ന ആശയത്തെ അടിസ്ഥാനമാക്കി ഞാൻ വളരെയേറെ അധ്യാപകരോടും മാതാപിതാക്കളോടും കുട്ടികളോടൊക്കെ സംസാരിക്കുകയുണ്ടായി. ഇതിൻ്റെ എല്ലാ അടിസ്ഥാനത്തിലാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്യുന്നത്. സോ ഫസ്റ്റ് തിങ് ഇസ് ടു ഫസ്റ്റ് റൈറ്റ്. സോ ഐ വുഡ് ലൈക്ക് ടു ഷെയർ ദ ഫസ്റ്റ് തിങ്സ് ടു ദ ചിൽഡ്രൻ ദാറ്റ് 2 months vacation is a giant blank canvas in front of you where you can paint with any colors that you like. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഉപയോഗിച്ചുകൊണ്ട് പെയിൻറ് ചെയ്യാൻ ഉള്ള 2 മാസങ്ങളാണ് നിങ്ങളുടെ മുൻപിലുള്ളത്. അത് വളരെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കുക. ദ ഫസ്റ്റ് പോയിന്റ് ഈസ് ദാറ്റ് എൻഹാൻസ് യുവർ സ്കിൽസ്. നിങ്ങളുടെ സ്കില്ലിനെ ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്. എല്ലാവരും ജനിക്കുന്നത് വ്യത്യസ്തമായ കഴിവുകൾ കൊണ്ടാണ്. ആ കഴിവുകളെ നമ്മൾ എങ്ങനെ എൻഹാൻസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ്. അതാണ് ജീവിതത്തിൻ്റെ വിജയം നമ്മൾക്ക് കൊണ്ടുതരുന്നത്. അപ്പം ആദ്യമായിട്ട് തന്നെ എനിക്ക് തോന്നുന്നു കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സ്കില്ല് നിങ്ങൾക്കുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടതാണ്. ഇഫ് യു ആർ നോട്ട് ഏബിൾ ടു കമ്മ്യൂണിക്കേറ്റ് വെൽ വിത്ത് അതേഴ്സ്, അത് കുട്ടികളാണെങ്കിലും പാരൻസ് ആണെങ്കിലും അധ്യാപകരാണെങ്കിലും ആർക്കാണെങ്കിലും നിങ്ങളുടെ ആശയങ്ങളെ മറ്റുള്ളവർക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണം. അത് മറ്റുള്ളവർക്ക് ഇഷ്ടമാകുന്ന രീതിയിലായിരിക്കണം, കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം. ഇങ്ങനത്തെ സ്കില്ലുകൾ നിങ്ങൾക്ക് കുറവാണ് എങ്കിൽ, അതെങ്കിൽ കുറച്ചും കൂടി കൂട്ടണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടേ? നിങ്ങൾ ധാരാളം ക്യാമ്പുകൾക്കൊക്കെ പങ്കെടുക്കേണ്ടതാണ്. സ്കൂളുകൾ അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടനകൾ ഒക്കെ കണ്ടക്ട് ചെയ്യുന്ന ക്യാമ്പുകളുണ്ടാവും, അവധിക്കാല ക്യാമ്പുകൾ അല്ലേ? അതിനൊക്കെ പങ്കെടുക്കുക. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാരോടും നിങ്ങളുടെ പാരൻസിനോടും നിങ്ങളുടെ അയൽവക്കത്തുള്ളവരോടൊക്കെ കൂടുതൽ സംസാരിക്കുക. അങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും? നിങ്ങളുടെ സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യുന്നതായിരിക്കും. അതല്ലെങ്കിൽ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സുകളുണ്ട്, അങ്ങനത്തെ കോഴ്സുകൾക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഇംഗ്ലീഷും മലയാളവും ഒരേപോലെ ഇമ്പ്രൂവ് ചെയ്യുന്നതായിരിക്കും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നിങ്ങൾക്ക് ഈ വരുന്ന 2 മാസത്തിനുള്ളിൽ ചെയ്യാൻ സാധിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിനുവേണ്ടി കുറച്ച് പൈസ മുടക്കേണ്ടി വന്നാലും പാരൻസാണ് ശ്രദ്ധിക്കേണ്ടത്. അതിനുവേണ്ടി നിങ്ങൾ വിടുക എന്നുള്ളതാണ്. കാരണം ഈ ചെറുപ്പകാലത്തുള്ള ക്യാമ്പുകൾക്കൊക്കെ കുട്ടികൾ വലുതാവുമ്പോഴും അവരുടെ മനസ്സിൽ അത് ഓരോന്നും പതിഞ്ഞിരിക്കും. അതിലൂടെ ഉണ്ടാകുന്ന അവരുടെ വളർച്ച എന്ന് പറയുന്നത് വളരെ വലുതാണ് എന്ന് പാരൻസ് മനസ്സിലാക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് ആണ്. ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് എത്ര ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് ഇത് കേൾക്കുന്ന പാരൻസിന് മനസ്സിലാവും. കാരണം അവരുടെയും എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് അച്ഛനമ്മമാർ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടുകൊണ്ടിരുന്നത് വെക്കേഷൻ സമയത്ത് അവർ എങ്ങനെ വീട്ടിനുള്ളിലേക്ക് എത്തിക്കും എന്നുള്ളതായിരുന്നു. കാരണം അവരെപ്പോഴും പുറത്തായിരുന്നു. സൂര്യൻ അസ്തമിച്ചാലും വടിയെടുത്ത് ഉമ്മറത്ത് നിൽക്കുന്ന അച്ഛനും അമ്മയായിരിക്കും, കയറി വാടാ എന്ന് പറഞ്ഞുകൊണ്ട്. അല്ലെങ്കിൽ അവർ കയറി വരുന്നൊരവസ്ഥയില്ലായിരുന്നു. പക്ഷേ ഇന്നത്തെ പാരൻസ് പറയുന്നത് എൻ്റെ മക്കളെ ഒന്ന് പുറത്തിറക്കി വിടാൻ എനിക്ക് സാധിക്കുന്നില്ല. കാരണം അവർ എല്ലായ്പ്പോഴും മൊബൈലായിട്ട് ഗെയിമൊക്കെ ആയിട്ട് റൂമിനകത്ത് തന്നെയാണ്. അതിൽ നിന്നൊരു മാറ്റം വരുത്തണം. നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങണം, എക്സ്പ്ലോർ ചെയ്യണം. പുറം എങ്ങനെയാണെന്ന് മനസ്സിലാക്കണം. നിങ്ങളുടെ കൂട്ടുകാരുമൊത്ത് അയൽവക്കക്കാരുമൊത്ത് ഫുട്ബോൾ കളിക്കാനോ ക്രിക്കറ്റ് കളിക്കാനോ അല്ലെങ്കിൽ പട്ടം പറത്തി കളിക്കാനോ ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ താല്പര്യം കാണിക്കണം. അങ്ങനെ നിങ്ങൾ ഇൻട്രസ്റ്റ് വരികയാണെങ്കിൽ മക്കളെ, അതാണ് സ്പിരിറ്റ്, അതാണ് നിങ്ങൾക്ക് ജീവിതകാലത്തേക്ക് നിങ്ങൾക്ക് കഴിവും പ്രദാനം ചെയ്യുന്നതായിരിക്കും. പക്ഷേ ഇത് ചെയ്യുമ്പോഴെല്ലാം പാരൻസ് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അവർ നിങ്ങളുടെ കൺമുൻപിലാണോ എന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അവരുടെ ആക്ടിവിറ്റീസുകളെല്ലാം നിങ്ങൾക്ക് നിരീക്ഷിക്കാൻ പറ്റുന്ന ഒരു സറൗണ്ടിങ്സിൽ ആയിരിക്കണം. കാരണം ഈ കാലത്തിലെ ന്യൂസുകളെല്ലാം നമുക്ക് അങ്ങനെ ഒരു ഭയമുള്ളൊരു കാലഘട്ടത്തെ പറ്റിയാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ അവർ നമ്മുടെ സറൗണ്ടിങ്സിലായിരിക്കണം. അതാണ് രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്.
മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഫൺ ലേണിംഗ് തന്നെയാണ്. ലേണിംഗ് ആക്ടിവിറ്റീസ് എങ്ങനെയാണോ വീണ്ടും തുടങ്ങി പഠനം എന്നുള്ളത് അല്ലേ, 2 മാസം വെക്കേഷൻ ഇത് പഠിക്കണമോ എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്. എന്നാൽ പഠിക്കേണ്ട ആവശ്യമില്ല, പഠിക്കുക എന്നല്ല ഉദ്ദേശിച്ചത്. നിങ്ങൾക്ക് കഥ വായിക്കാനൊക്കെ ഇഷ്ടമുണ്ടാവില്ലേ, അങ്ങനെ കഥ വായിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കുഞ്ഞു കുഞ്ഞു കഥകളെടുത്ത് നിങ്ങൾ വായിക്കാൻ തുടങ്ങുക. അങ്ങനെ ബുക്ക് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ പാരൻസിനോട് മേടിച്ചു തരാൻ പറയുക, അല്ലെങ്കിൽ അടുത്തുള്ള ലൈബ്രറിയിൽ പോകുക, നിങ്ങളുടെ കൂട്ടുകാരോട് ചോദിക്കുക. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബുക്കുകളെല്ലാം എടുത്ത് കുറച്ച് വായിച്ച് അത് ഇമ്പ്രൂവ് ചെയ്യുക. ആ കഥ പാരൻസ് എങ്ങനെ എൻകറേജ് ചെയ്യേണ്ടതെന്ന് അറിയോ? നിങ്ങൾ ഡ്യൂട്ടി എല്ലാം കഴിഞ്ഞ് വരുമ്പോൾ കുട്ടികളോട് ചോദിക്കണം, ഇന്ന് വായിച്ച കഥേൻ്റെ ഒരു സാരാംശം പറഞ്ഞു തരാമോ, ഒന്ന് സമ്മറൈസ് ചെയ്ത് തരാമോ എന്ന് അവർ പറയുമ്പം അവരെ നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യണം. നിങ്ങളുടെ സ്കിൽ അവർ ഡിസ്ക്രൈബ് ചെയ്യണം, സ്കില്ലിനെ പറ്റി അപ്രീഷിയേറ്റ് ചെയ്യണം, പറഞ്ഞ ശൈലീനെ പറ്റി അപ്രീഷിയേറ്റ് ചെയ്യണം. കഥ മനസ്സിലായി കഴിഞ്ഞാൽ വളരെ നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടല്ലോ എന്ന് അപ്രീഷിയേറ്റ് ചെയ്യണം. ചെറിയ സമ്മാനങ്ങൾ കൊടുക്കണം. ഇതെല്ലാം കുട്ടികളെ അടുത്ത ദിവസം വായിക്കാൻ അവർക്ക് താല്പര്യം കൂടുതൽ നൽകുന്നതായിരിക്കും. അങ്ങനെ അതുപോലെ തന്നെ നിങ്ങൾ വെക്കേഷൻ്റെ സമയത്ത് പുറത്ത് കൊണ്ടുപോകും, ഉത്സവങ്ങൾക്ക് കൊണ്ടുപോകും, സിനിമ കാണിക്കാൻ കൊണ്ടുപോകും. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം അവരുടെ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് അവർ ചെറിയൊരു വിവരണം തയ്യാറാക്കുക എന്നാണ്. വിവരണം തയ്യാറാക്കുന്നതൊന്നും നിങ്ങൾ നിർബന്ധിക്കരുത്, നിങ്ങൾ ചെറിയൊരു പ്രോത്സാഹനത്തിലൂടെ ആയിരിക്കണം അത് ചെയ്യിപ്പിക്കേണ്ടത്. കാരണം ജോർജ് കുളങ്കര അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ ഇങ്ങനെ പറയുകയുണ്ടായി, സ്കൂൾ കാലം തൊട്ട് ചെറുപ്പകാലം മുതൽ തന്നെ അദ്ദേഹം അവരുടെ അച്ഛൻ്റെ കൂടെ കോളേജിൽ ടൂറിന് പോകുമായിരുന്നു. ഓരോ ടൂർ കഴിയുമ്പോഴും അച്ഛൻ അവരോട് ആവശ്യപ്പെടുന്ന ഒന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ആ പോയ സ്ഥലത്തെക്കുറിച്ച് ചെറിയൊരു വിവരണം തയ്യാറാക്കി കൊടുക്കുക എന്ന് പറയുന്നത്. അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വളരെയേറെ ഉപകാരപ്രദമായിരുന്നു എന്ന് അദ്ദേഹം ആ വീഡിയോയിൽ പറയുന്നുണ്ട്. അതുപോലെ നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ പറയുന്ന ചെറിയ കാര്യങ്ങൾ അത് വളരെ റിസൾട്ട് നൽകുന്നതായിരിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് അവരെ എൻകറേജ് ചെയ്യുക, ഡയറി എഴുതാനൊക്കെ അവരെ എൻകറേജ് ചെയ്യുക. അപ്പം അവർ ആ സമയത്തുള്ള എഴുതി നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. അടുത്തത് 4ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് എക്സ്പ്ലോർ കേരള കൾച്ചർ ആൻഡ് ദ സറൗണ്ടിങ്സ്. കേരള കൾച്ചറിനെ എക്സ്പ്ലോർ ചെയ്യുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ എവിടെയെങ്കിലും കേരളം മൊത്തം യാത്ര ചെയ്യണം എന്നാണ് അർത്ഥം. അല്ല, നിങ്ങൾ കേരളം മൊത്തം ഒന്നും യാത്ര ചെയ്യേണ്ട. നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ, നിങ്ങളുടെ വീട്ടിലുള്ള ഗ്രാൻഡ് പാരൻസുമായിട്ട് അവരുടെ ജീവിതകാലത്തെപ്പറ്റി ചോദിക്കുക. നിങ്ങളൊരു ഇൻ്റർവ്യൂ ഒക്കെ ചെയ്യുക അല്ലേ, ഇൻ്റർവ്യൂ ഒക്കെ ചെയ്യുന്നത് കണ്ടിട്ടില്ലേ? നിങ്ങൾ ഗ്രാൻഡ് പാരൻസിനോട് പോയിട്ട് ചെറിയ ചോദ്യങ്ങൾ ചോദിക്കുക. അവരുടെ കാലഘട്ടം എങ്ങനെയായിരുന്നു, അവർ സ്കൂളിൽ പോയിരുന്നത് എങ്ങനെയായിരുന്നു, ഇന്ന് ഉണ്ടായിരിക്കുന്ന ഈ സൗഭാഗ്യങ്ങൾക്കൊക്കെ അവർക്കുണ്ടായിരുന്നു എന്ന് ചോദിക്കുക. നിങ്ങൾ കാണുന്ന മൊബൈല്, ഉപയോഗിക്കുന്ന വൈഫൈ, സ്കൂളിലേക്ക് പോകുന്ന സ്കൂൾ ബസ് അല്ലേ, വാട്ടർ ബോട്ടിലും ബാഗൊക്കെ അന്നത്തെ കാലത്തെ പാരൻസിന് ഉണ്ടായിരുന്നു ചോദിക്കുക. അവരെങ്ങനെയാണ് ഇതെല്ലാം തരണം ചെയ്തതെന്ന് ചോദിക്കുക. നിങ്ങൾ ടൗണിലേക്ക് പോകുന്നത് നിങ്ങളുടെ സ്വന്തം വണ്ടിയിലായിരിക്കും അധികം പേരും, അല്ലെങ്കിൽ ഏതെങ്കിലും ഓട്ടോറിക്ഷ വിളിച്ചോ അല്ലെങ്കിൽ തൊട്ടടുത്ത് ബസ്സിലോ കയറിയിട്ടായിരിക്കും പോകുന്നത്. അന്ന് അവർക്ക് ഇങ്ങനത്തെ വണ്ടി ഉണ്ടായിരുന്നോ, എത്ര ദൂരം നടന്നാണ് പോയിരുന്നത് എന്ന കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് സമൂഹവുമായിട്ട് ഒരു ബന്ധം കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ പലപ്പോഴും പറയാറുണ്ട്, എനിക്ക് തന്നെ പല സമയത്തും എൻ്റെ കസിൻ്റെയോ അല്ലെങ്കിൽ കുടുംബക്കാരൊക്കെ വീട്ടിൽ പോകുമ്പോൾ അവിടുത്തെ യങ് ജനറേഷൻ അവർ നമ്മളുമായിട്ട് മിങ്കിൾ ചെയ്യാൻ കുറച്ച് സമയം പിടിക്കുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മളവിടെ ചെന്ന് കഴിഞ്ഞാലും അവർ പകുതി സമയം അവരുടെ മൊബൈലിൽ ഇൻവോൾവ് ആണ്, അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട്സുമായിട്ട് ഗെയിം കളിക്കുന്ന തിരക്കിലാണ്. അവരൊരിക്കലും നമ്മളുമായിട്ട് വന്നൊന്ന് സംസാരിക്കുന്നത് പല വീടുകളിലും കാണുന്നില്ലെന്നുള്ളതാണ്. അതിനെല്ലാം മാറ്റം വരുത്തണമെങ്കിൽ ഒറ്റ മാർഗ്ഗമുള്ളൂ, നിങ്ങളുടെ ഗ്രാൻഡ് പാരൻസുമായിട്ട് ഒക്കെ സംസാരിക്കാൻ മക്കളെ നിർബന്ധിക്കുകയല്ല, പ്രോത്സാഹിപ്പിക്കുക അല്ലേ, നിർബന്ധിക്കുകയല്ല, അവരെ എൻകറേജ് ചെയ്യുക ഇങ്ങനത്തെ കാര്യങ്ങളിലെല്ലാം. അത് അവരുടെ ജീവിതത്തിൽ വളരെയേറെ സമൂഹമായിട്ട് ഇടപഴകാനുള്ള ഒരു സ്കില്ല് കൂട്ടിക്കൊടുക്കുന്നതായിരിക്കും. അത് വെക്കേഷൻ സമയത്ത് വളരെ ഉപകാരപ്രദമാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. 5ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഗാർഡനിങ് ആണ്. എനിക്ക് തോന്നുന്നു കുട്ടികളെല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് ഗാർഡനിങ് എന്ന് പറയുന്നത്. പക്ഷേ പല പേരൻസും കുട്ടികളെ മണ്ണിൽ കളിക്കാൻ സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ്. അത് കുട്ടികളെ സമ്മതിക്കേണ്ടിയിരിക്കുന്ന ഒന്നാണ്. അത് ചെടി നടുന്നില്ലെങ്കിൽ പോലും അവരെയും കൂടി ചെറുതായിട്ട് വെള്ളം ഒഴിപ്പിക്കുക, അതിലുള്ള ചെറിയ കിളകളെല്ലാം പറപ്പിക്കുക. നിങ്ങൾ ചെയ്യുന്ന ഡ്യൂട്ടിയിൽ, ചെയ്യുന്ന ജോലികളിൽ അവരെ ഒന്ന് ഇൻവോൾവ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. അവർ കഴിക്കുന്ന ഭക്ഷണം, കഴിക്കുന്ന പാത്രം കഴുകിപ്പിക്കുക, അവരുടെ ഡ്രസ്സുകളൊന്ന് ചെറുതായിട്ട് നനക്കാൻ സമ്മതിക്കുക. അങ്ങനെ വീട്ടിൽ നിങ്ങൾ ചെയ്യുന്ന ചെറിയ ഒന്ന് മുറ്റ അടുപ്പിക്കുക കുട്ടികളെയും കൊണ്ട്. അത് ആൺകുട്ടിയാണെങ്കിൽ കുട്ടിയാണെങ്കിൽ അവർ ചെയ്യിപ്പിക്കാൻ സാധിക്കും. അങ്ങനെ ചെറിയ ജോലികളിൽ, വീട്ടിലെ ചെറിയ ജോലികളിൽ
അവരെ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ ഡിസ്കഷനിൽ, വീട്ടിലെ ഡിസ്കഷൻ ഒക്കെ നടത്തുമ്പോൾ, ഭാര്യയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ, വേറെ എന്തെങ്കിലും പറ്റി സംസാരിക്കുമ്പോൾ അവരെയും കൂടി നിങ്ങളുടെ ചർച്ചയിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. നിങ്ങൾ അവരുടെ ചർച്ചയിൽ ഉൾപ്പെടുത്തി കഴിയുമ്പോൾ അവർക്കൊരു കോൺഫിഡൻസ് ലെവൽ കൂടും. അയ്യോ, അച്ഛൻ എന്നോട് ചോദിച്ചു, അല്ലെ അമ്മ എന്നോട് ചോദിച്ചു, പപ്പയിൽ ചോദിച്ചു, അങ്ങനെ അവർക്കൊരു സംസാരിക്കാനുള്ളൊരു ധൈര്യവും കോൺഫിഡൻറ്റും, എന്നെ വീട്ടിൽ അംഗീകരിക്കുന്നു എന്നൊരു ചിന്തയും അവർക്കുണ്ടാകും. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ മക്കളെ അംഗീകരിക്കുന്നു എന്ന ഒരു ചിന്ത അവർക്ക് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. അതിന് ഈ ചെറിയ ചെറിയ ആക്ടിവിറ്റീസ് ചെയ്യുന്നത് ഉപകാരപ്രദമാകും എന്നുള്ള യാതൊരു സംശയമില്ല. 6ാമത്തെ പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് കുട്ടികൾ തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങളുടെ കുറവുകളെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. കുറവുകളെ മനസ്സിലാക്കിക്കൊണ്ട് അത് മാറ്റിയെടുക്കാൻ ശ്രമിക്കുക. എങ്ങനെയാണ് നിങ്ങളുടെ കുറവുകൾ മനസ്സിലാക്കുന്നത്? നിങ്ങളുടെ സ്കൂളിലെ അധ്യാപകർ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ വീട്ടിലെ അച്ഛനും അമ്മയും പറഞ്ഞിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് പറഞ്ഞിട്ടുണ്ടായിരിക്കും. അങ്ങനെ ഏതാണ് നിങ്ങളുടെ കുറവെന്ന് ആദ്യം നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുക. ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അത് ഈ 2 മാസം കൊണ്ട് നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുന്നതായിരിക്കും. ഏറ്റവും കുറഞ്ഞത് ഒന്ന് പറയാം, അധ്യാപകർ കഴിഞ്ഞ ദിവസം ഞാൻ സംസാരിച്ചപ്പോൾ അവർ പറയുകയുണ്ടായി, ഇന്നത്തെ കുട്ടികളുടെ ഹാൻഡ് റൈറ്റിങ് വളരെ മോശമാണെന്ന്. ആണോ? മോശമാണ് നിങ്ങളുടെ ഹാൻഡ് റൈറ്റിങ്. അതുപോലെ തന്നെ എഴുതാൻ നേരത്ത് ഒത്തിരിയേറെ അക്ഷരത്തെറ്റുണ്ടാകാറുണ്ട്. അത് മലയാളമാണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും തെറ്റുണ്ടാകാറുണ്ട്. അതുപോലെ തന്നെ വായിക്കുമ്പോൾ കുറച്ച് വാക്കുകളെല്ലാം മിസ്സാകാറുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ മിസ്സാകാറുണ്ടോ? അങ്ങനെയുള്ള എന്തെങ്കിലും നിങ്ങളുടെ അധ്യാപകരോ പേരൻസോ അല്ലെങ്കിൽ കൂട്ടുകാരോ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ 2 മാസം നിങ്ങൾ എന്ത് ചെയ്യണം? ഇതിന് ചെറിയൊരു മാറ്റം കൊണ്ടുവരാൻ നിങ്ങൾ ശ്രമിക്കുക. നിങ്ങൾ ഓരോ ദിവസവും ഒരു 10 മിനിറ്റ് ഉപയോഗിച്ചാൽ മതി, അല്ലേ? കൈസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ കിട്ടുന്ന കോപ്പിയിലേക്ക് നിങ്ങളൊരു 10 മിനിറ്റ് എഴുതി വെച്ചാൽ മതി. അതിന് അച്ഛനോട് പറയാം, ഒരു കഴ്സീവ് റൈറ്റിംഗ് ഒക്കെ മേടിച്ച് തരാൻ പറഞ്ഞ് നിങ്ങൾക്ക് ഭംഗിയായിട്ട് രസമായിട്ട് എഴുതാനും അതോടൊപ്പം നിങ്ങളെ പടം വരച്ചൊക്കെ നിങ്ങളുടെ ഹാൻഡ് റൈറ്റിംഗ് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഈ 2 മാസം ഫലപ്രദമായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ്. 7ാമത്തെ പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ നിങ്ങൾക്ക് സമ്മാനം കിട്ടാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞല്ലോ. അതാണ് 7ാമത്തെ പോയിന്റ്. ട്രൈ എ ന്യൂ സ്കിൽ. നിങ്ങൾക്ക് ഇതുവരെ ഇല്ലാത്ത ഒരു സ്കില്ലിനെ വളർത്തിയെടുക്കാൻ പറ്റിയ മനോഹരമായ ഒരു സമയമാണ് ഈ 2 മാസം എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് നീന്താൻ അറിയാത്തൊരു കുട്ടിയാണ്. അങ്ങനെയാണ് നിങ്ങൾ എന്ത് ചെയ്യണം? അങ്ങനത്തെ ഒരു സാഹചര്യം നിങ്ങളുടെ അടുത്തുണ്ട് എങ്കിൽ അച്ഛൻ്റെയും അമ്മയുടെയും സഹായത്തോടു കൂടി നിങ്ങൾ നീന്താൻ പഠിക്കണം. സൈക്കിൾ ചവിട്ടാൻ നിങ്ങൾക്ക് അറിയത്തില്ല. അങ്ങനെയെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അങ്ങനത്തെ ഒരു സാഹചര്യം നിങ്ങൾക്കുണ്ടെങ്കിൽ, അച്ഛനും അമ്മയ്ക്കും അത് അഫോർഡബിൾ ആണ് എങ്കിൽ അവരുടെ സഹായത്തോടെ നിങ്ങൾ സൈക്കിൾ ചവിട്ടാൻ പഠിക്കണം. ഇതെല്ലാം നമുക്ക് അത്യന്താപേക്ഷിതമായിട്ട് സ്കില്ലുകളാണ് കേട്ടോ. സ്കൂളിൽ ലഭിക്കാത്ത സ്കില്ലുകളാണ്. ഇതെല്ലാം നമ്മൾ നേടിയെടുക്കാൻ നമുക്ക് പറ്റിയ ഏറ്റവും നല്ല അവസരമാണ് ഈ 2 മാസം വെക്കേഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡാൻസ് കളിക്കാൻ ആഗ്രഹമുണ്ട്, പാട്ട് പാടാൻ ആഗ്രഹമുണ്ട്, അങ്ങനത്തെ ഏതെങ്കിലുമൊക്കെ ഒരു സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യുക അല്ലെങ്കിൽ വളർത്തിയെടുക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ മുതിർന്ന കുട്ടികളെ സംബന്ധിച്ചുകൊണ്ട് നിങ്ങൾക്ക് എഡിറ്റിംഗ് പഠിക്കാം, ഫോട്ടോഷോപ്പ് പഠിക്കാം, അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് പഠിക്കാം. അങ്ങനത്തെ കാര്യങ്ങളും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ 2 മാസം വളരെ സന്തോഷത്തോടു കൂടിയും വളരെ യൂസ്ഫുള്ളായിട്ടും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും കേട്ടോ. അപ്പോൾ സമ്മാനം എവിടെയാണെന്നല്ലേ? നിങ്ങൾക്ക് 2 പ്രാവശ്യമായിട്ടാണ് നമ്മൾ സമ്മാനം നൽകുന്നത്. ഒന്ന് ഏപ്രിൽ അവസാനവും 2ാമത് മെയ് അവസാനമായിട്ടായിരിക്കും. 1000 രൂപയുടെ സമ്മാനമായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത്. നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾ പുതിയതായിട്ട് പഠിച്ച സ്കില്ലിനെ കുറിച്ച് 2 മിനിറ്റ് വീഡിയോ എടുത്ത് നിങ്ങൾ ഫ്ലുവൻറ്റ് നൗവിലെ മെയിൽ ഐ ഡിയിലേക്ക് അയച്ചു തരിക, അല്ലെങ്കിൽ വാട്സപ്പിലേക്ക് അയച്ചു തരിക. അവിടെ നിന്ന് കിട്ടുന്ന മത്സരാർത്ഥികളുടെ നറുക്കെടുത്തിട്ട് ആ മത്സരാർത്ഥിക്കായിരിക്കും നമ്മൾ സമ്മാനം നൽകുന്നത്. 1000 രൂപയുടെ സമ്മാനമായിരിക്കും നൽകുന്നത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും എന്ത് ചെയ്യണം? നിങ്ങൾ പുതിയതായിട്ട് സ്കില്ല് പഠിക്കണം. പഠിച്ചിട്ട് അത് വീഡിയോ എടുത്ത് നമുക്ക് ഇട്ട് തരിക. അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒന്നാണ്, ഇതിൽ കൂടുതലും നമുക്ക് എന്തൊക്കെയുണ്ട്, വെക്കേഷൻ കാലത്ത് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും, സാർ ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നത്, എൻ്റെ ഫ്രണ്ട്സ് എന്താണ് ചെയ്യുന്നത് എന്ന് കുട്ടികൾക്ക് പറയാം. അതുപോലെ തന്നെ പാരൻസിന് പറയാം. ഇതല്ലാതെ ഏതൊക്കെ സ്കില്ലുകളാണ് അല്ലെങ്കിൽ ഇതല്ലാതെ ഏതൊക്കെ ആക്ടിവിറ്റീസുകളാണ് കുട്ടികൾക്ക് സന്തോഷകരമായിട്ട് വെക്കേഷൻ കാലത്ത് ഉപയോഗിക്കാൻ പറ്റുന്നത് എന്ന് പാരൻസും അതിനെ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ വളരെ ഉപകാരപ്രദമായിരിക്കും. അപ്പം ഈ ഒരു സെക്ഷൻ ഞാൻ ഒത്തിരി പേരോട് ചർച്ച ചെയ്തതിന് ശേഷവും അതുപോലെ തന്നെ സെർച്ച് ചെയ്തതിന് ശേഷവും
ഒരു പഠനം നടത്തിയതിന് ശേഷമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അപ്പം ഇതല്ലാതെ ഏതെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങൾ കമൻറ്റായിട്ട് ഇടുക. ദെൻ വീഡിയോ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അത് ഞാൻ എപ്പോഴും നിങ്ങളോട് ആവശ്യപ്പെടുന്നതാണ്. കൂടുതൽ ആൾക്കാരിലേക്ക് എത്തി കൂടുതൽ കമൻറ്റ്സ് വരുമ്പോൾ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ, ഞാൻ ആ തുടക്കത്തിൽ പറഞ്ഞില്ലേ നിങ്ങളുടെ കുട്ടികളെ അപ്രീഷിയേറ്റ് ചെയ്യണമെന്ന്, അതുപോലെ തന്നെ വീഡിയോ കാണുമ്പം ഇഷ്ടമായിട്ടില്ലെങ്കിൽ ഇഷ്ടമായിട്ടില്ല നിങ്ങൾക്ക് പറയാം, ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇഷ്ടമായി എന്ന് പറയുക. അങ്ങനെ അപ്രീസിയേഷൻ നൽകുമ്പോൾ എനിക്കും കൂടുതൽ കണ്ടൻറ്റുകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കും. അതുകൊണ്ട് മറക്കരുത്, ഷെയർ ചെയ്യുക, വെക്കേഷൻ സൂപ്പറായിട്ട് എൻജോയ് ചെയ്യുക, സമ്മാനങ്ങൾ നേടുക. ദിസ് ഈസ് മീ ജിൻ സൈനിങ് ഔട്ട് ഫ്രം ഫ്ലുവൻറ്റ് നൗ.